ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് രതീഷിനോട് ജിൻഡോ പറയുന്ന വാക്കുകളാണ്. അവൾ പുറത്തിറങ്ങി തലയിൽ തുണി ഇട്ട് നടക്കേണ്ടി വരും. ആരുടെ കാര്യം എന്ന് ചോദിച്ചാൽ ജാസ്മിൻ്റെ കാര്യമാണ്. കാര്യം രതീഷിനോട് പറയുന്നത്, ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് എന്തെല്ലാം നാടകങ്ങൾ അവൾ അവിടെ കാണിച്ചത്. അതുപോലെ തന്നെ അവൾ ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ വെളി നിൽക്കുമ്പം ഞാൻ ക്യാപ്റ്റനാണ്, അന്ന് എന്തെല്ലാമാണ് കാണിച്ചത്. ഇവിടെ ഇരുന്ന് അപ്പോൾ ആ സമയത്ത് അവിടെ ഋഷിയൊക്കെ ഉണ്ട്, ഋഷി, ശരണ്യ, അതുപോലെ നോറയൊക്കെ ഉണ്ട്. എന്നോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും കേട്ടില്ലല്ലോ, അവൾ എന്നെ എത്രമാത്രം ചീത്തകളാണ് വിളിച്ചത്. ഒരു പെണ്ണ് പറയാവുന്ന ഭാഷകളാണോ എന്നോട് സംസാരിച്ചത്. അപ്പം ഇതെല്ലാം ജനങ്ങൾ കാണുന്നതല്ലേ. ഞാൻ അവിടെ എന്തെങ്കിലും പ്രതികരിച്ചോ? ഇല്ലല്ലോ. ഞാൻ ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഗെയിമിൻ്റെ ഭാഗമല്ലേ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതാണ് ജിൻഡോ. പക്ഷെങ്കിൽ അവൾ എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടുന്നത്, എന്തെല്ലാമാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. എന്നോടൊന്നല്ല, അല്ലാതെ തന്നെ ഈ ഹൗസിനുള്ളിൽ എന്തെല്ലാം അവൾ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവൾക്ക് വെളിയിലിറങ്ങി അവൾ നേരെ നടക്കാൻ പറ്റുമോ? കാര്യം അവളെ അറിയാവുന്ന ജനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബിഗ് ബോസിൽ നിന്ന് പോയി കഴിയുമ്പോൾ ആൾക്കാരെല്ലാവരും കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, അറിയും. പക്ഷെ അവൾ നേരെ എങ്ങനെ നടക്കും? ഈ ചോദ്യങ്ങളെല്ലാം അവിടെ നേരെ ഉന്നയിക്കത്തില്ലേ? അപ്പോൾ അവൾക്ക് നേരെ തലേ തുണി ഇടാതെ നടക്കേണ്ടി വരുമോ? ശരിക്കും ജാസ്മിൻ ഇപ്പം വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാലും തല തുണിയിട്ടേ അവരുടെ രീതി അനുസരിച്ച് പോകത്തുള്ളൂ. എങ്കിലും മുഖം കൂടെ മൂടി നടക്കേണ്ടി വരും എന്നുള്ള രീതിയാണ് ജിൻഡോ അവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, എന്തെല്ലാം ഭാഷകളാണ് അവിടെ ജിൻഡോയെ എന്ന് പറഞ്ഞത്, ചീത്ത വർത്താനം. അപ്പം ഇതുകൊണ്ടാണ് ജിൻഡോ പറയുന്നത്.